ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ അറസ്റ്റിലായ മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബുവിനെ ഇന്ന് റാന്നി കോടതിയിൽ ഹാജരാക്കും. മുരാരി ബാബുവിനെ കസ്റ്റഡിയിൽ വാങ്ങാൻ SIT അപേക്ഷ നൽകും. പ്രസാദ് MJ ആണ് വിവരങ്ങളുമായി ചേരുന്നത്. പ്രസാദ്, നേരത്തെ ചോദ്യം ചെയ്യലിനൊക്കെ ശേഷം കോടതിയിൽ ഹാജരാക്കിയ സമയത്ത് അന്ന് കസ്റ്റഡി അപേക്ഷ നൽകുമെന്നുള്ള സൂചനയായിരുന്നു തുടക്കത്തിൽ നമുക്ക് ലഭിച്ചിരുന്നത്. പക്ഷേ കസ്റ്റഡി അപേക്ഷ നൽകിയില്ല. മറ്റൊരു നീക്കത്തിലേക്ക് അന്വേഷണ സംഘം അന്ന് കടക്കുകയായിരുന്നു. റിമാൻഡിലേക്ക് എത്തിക്കുന്ന കാര്യങ്ങൾ മാത്രം ഈ ഒരു റിമാൻഡ് റിപ്പോർട്ടിൽ സൂചിപ്പിച്ച് അങ്ങനെ റിമാൻഡിലേക്ക് എത്തിക്കുകയായിരുന്നു. പക്ഷേ അതിനുശേഷം കൂടുതൽ വിവരങ്ങൾ ആ ഒരു സമയം കൊണ്ട് തന്നെ ഈ മുരാരി ബാബുവിൻ്റെ പക്കൽ നിന്നും പ്രത്യേക അന്വേഷണ സംഘത്തിന് ലഭിച്ചു എന്നുള്ളതാണ്. അതിനെ തുടർന്നുള്ള നടപടികൾ തന്നെയായിരിക്കും ഇന്നത്തെ ഈ ഒരു കസ്റ്റഡി അപേക്ഷ എന്നുള്ളതും കൂടിയുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും പ്രധാനമായും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ഉണ്ണികൃഷ്ണൻ പോറ്റിക്കൊപ്പം ഇരുത്തി ഇനിയും ചോദ്യം ചെയ്യേണ്ട കാര്യമുണ്ട്, ചെയ്യേണ്ട സാഹചര്യമുണ്ട് എന്നുള്ളതും കൂടി അന്വേഷണ സംഘം പരോക്ഷമായി അല്ലെങ്കിൽ ചില വിവരങ്ങൾ വഴി, വൃത്തങ്ങൾ വഴി നമുക്ക് ലഭിക്കുന്നു. എപ്പോഴത്തേക്കായിരിക്കും ഇന്ന് മുരാരി ബാബുവിനെ കോടതിയിൽ ഹാജരാക്കുക പ്രസാദ്? കാളിദാസ, ഇന്ന് ഏകദേശം രാവിലെ 11 മണിയോടുകൂടി റാന്നി കോടതിയിൽ മുരാരി ബാബുവിനെ, കൊട്ടാരക്കര സബ് ജയിലിൽ കഴിയുന്ന മുരാരി ബാബുവിനെ റാന്നിയിൽ എത്തിക്കാനാണ് തീരുമാനം. ആദ്യമേ മുരാരി ബാബുവിനെ കസ്റ്റഡിയിൽ വാങ്ങാൻ ഈ അന്വേഷണ സംഘം പെരുന്നേലെ വീട്ടിൽ നിന്നും എടുത്തെങ്കിലും അന്വേഷണ സംഘം അത്ര താല്പര്യം കാണിച്ചില്ല കസ്റ്റഡിയിൽ വാങ്ങാൻ. അതിന്റെ അടിസ്ഥാനത്തിൽ റാന്നിയിൽ കോടതിയിലെത്തി മജിസ്ട്രേറ്റ് മുരാരി ബാബുവിനെ കൊട്ടാരക്കര ജയിലിലേക്ക് റിമാൻഡ് ചെയ്യുകയായിരുന്നു. അപ്പോൾ ഇതിനെ തുടർന്ന് കാളിദാസ, ഇതിനോടൊപ്പം തന്നെ 30-ാം തീയതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കസ്റ്റഡി കാലാവധി തീരുന്നതിന് മുമ്പ് തന്നെ മറ്റൊരു കേസിലെ പ്രതിയായ മുരാരി ബാബുവിനെ ഒരുമിച്ച് ഇരുത്തി ചോദ്യം ചെയ്യുന്നതിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ദിവസം റാന്നി കോടതിയിൽ അന്വേഷണ സംഘം മുരാരി ബാബുവിനെ കസ്റ്റഡിയിൽ വാങ്ങാനുള്ള പ്രൊഡക്ഷൻ വാറണ്ട് സമർപ്പിച്ചു. അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് കോടതിയിലെത്തി മുരാരി ബാബുവിനെ കസ്റ്റഡിയിൽ വാങ്ങാനാണ് തീരുമാനം. കാരണം ഇദ്ദേഹം 2019-ലും തുടർന്നുള്ള 2 കേസുകളിലും സുപ്രധാനമായിട്ടുള്ള പങ്ക് വഹിച്ചിട്ടുള്ള മുരാരി ബാബുവിനെയും മറ്റു കേസുകളിലെ 1-ാം പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഒരുമിച്ച് ചോദ്യം ചെയ്യുകയും തെളിവിനെ കൊണ്ടുപോവുകയും ചെയ്തു കഴിഞ്ഞാൽ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലെ നിർണായകമായ വഴിത്തിരിവും ഉണ്ടാകും എന്നാണ് ഈ അന്വേഷണ സംഘം അനുമാനിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നമുക്ക് നടത്തിയിട്ടുള്ള കാളിദാസ നമുക്ക് ലഭ്യമായ വിവരങ്ങൾ. അപ്പോൾ ഇന്ന് രാവിലെ 11 മണിയോടുകൂടി കൊട്ടാരക്കര കോടതിയിൽ നിന്നും മുരാരി ബാബുവിനെ കൊട്ടാരക്കര ജയിലിൽ നിന്നും റാന്നി കോടതിയിൽ എത്തിച്ച ശേഷം അന്വേഷണ സംഘം കസ്റ്റഡിയിൽ വാങ്ങിച്ച ശേഷം ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി തുടർന്നുള്ള ദിവസങ്ങളിൽ അന്വേഷണം നടത്തി കൂടുതൽ കണ്ടെത്തൽ എടുക്കാനാണ് അന്വേഷണ സംഘം തീരുമാനിച്ചിട്ടുള്ളത് കാളിദാസ. ഇതിന്റെ അടിസ്ഥാനത്തിൽ മുരാരി ബാബു ഉൾപ്പെടെയുള്ള ദേവസ്വം ബോർഡ് പ്രതികളും ഉണ്ണികൃഷ്ണൻ പോറ്റി ഉൾപ്പെടെയുള്ള മറ്റ് കേസിലെ 8ഉം 10ഉം പ്രതികൾക്ക് വരും ദിവസങ്ങളിൽ ഇവരെ രണ്ടുപേരും കൊടുക്കുന്ന മൊഴിയുടെ അടിസ്ഥാനത്തിൽ ദേവസ്വം ബോർഡ് അംഗങ്ങളും മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് A. പത്മകുമാറും ഉൾപ്പെടെയുള്ളവരെ നോട്ടീസ് നൽകി പത്തനംതിട്ടയിലോ തിരുവനന്തപുരത്തോ വിളിച്ച് മൊഴിയെടുക്കാനുള്ള തീരുമാനം കൂടിയാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് കാളിദാസ. ശരി, പ്രസാദ് MJ ആണ് വിവരങ്ങൾ നൽകിയത്. 2 കേസുകളാണ് മുരാരി ബാബുവിനെതിരെ ഉള്ളത്, അല്ലെങ്കിൽ 2 കേസുകളിലാണ് പ്രതിയായിട്ടുള്ളത്. അതിൽ ദ്വാരപാലക ശില്പത്തിലെ സ്വർണം കവർച്ച നടന്ന കേസിലും കട്ടിളപ്പടിയിലെ സ്വർണം കവർച്ച ചെയ്ത കേസിലും യഥാക്രമം 2-ാം പ്രതിയും 6-ാം പ്രതിയുമാണ് ഈ പ്രസ്തുത മുരാരി ബാബു എന്നുള്ളതാണ്. ഇന്ന് റാന്നി കോടതിയിൽ ഹാജരാക്കി കൂടുതൽ ചോദ്യം ചെയ്യൽ നടപടികളിലേക്കൊക്കെ കടക്കാൻ വേണ്ടിയുള്ള നീക്കം തന്നെയാണ് പ്രത്യേക അന്വേഷണ സംഘവും ഉറ്റുനോക്കുന്നത്. അതിനായിട്ട് കസ്റ്റഡി അപേക്ഷ നൽകും എന്നുള്ളതും കൂടി വ്യക്തമാകുന്നു. പ്രസാദ് MJ ആണ് വിവരങ്ങൾ നൽകിയത്.